നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛൻ ആരുടെ പടമാ അമ്മയെ വിറപ്പിക്കുന്നത്? അമ്മേ, ആരുടെ പടമാന്നാ ചോദിച്ചത്? അറിയില്ല മോനെ, അച്ഛന്റെ മനസ്സിൽ ആരാ ഉള്ളതെന്ന് നമുക്കറിയില്ലല്ലോ. പടം കണ്ടിട്ട് നോക്കാം അതാരാണെന്ന്. പ്രസാദേട്ടാ, ഞാൻ വരച്ചു കഴിഞ്ഞു. അയ്യോ, ഇത് അമ്മയുടെ ചിത്രമാണല്ലോ. അപ്പൊ അച്ഛന്റെ മനസ്സിലുള്ളത് അമ്മയാണല്ലേ? അമ്മയോട് ഏറ്റവും ഇഷ്ടം എന്നോടല്ലല്ലേ? അയ്യോ എന്റെ അച്ചു, വലിയേട്ടനെ അഞ്ജലി ചേച്ചി കഴിഞ്ഞേ ആരുള്ളൂ. നീ അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഞാൻ ഹാപ്പിയാണല്ലോ, അല്ലെന്ന് പറഞ്ഞോ? ആര്യ, ഞാൻ വേറൊരാളെ കുറിച്ചാ പറഞ്ഞത്. ഇതിപ്പോ പ്രസാദേട്ടൻ പറഞ്ഞ ആളുടെ ചിത്രം തന്നെയാ ഇത്. അതെങ്ങനെ ശരിയാവും? അതെനിക്കറിയില്ല. അതെനിക്കറിയാം, ഞാൻ പറയട്ടെ. വലിയേട്ടന്റെ മനസ്സിലിപ്പോ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ നമ്മുടെ അഞ്ജലി ഏട്ടത്തി മാത്രമാ. അഞ്ജലി ചേച്ചിയുടെ ചിരിയും മുടിയും കണ്ണും രൂപവും ഒക്കെ. അതുകൊണ്ടാ ഇപ്പൊ വേറെ ആരുടെ ചിത്രം വരപ്പിക്കാൻ ശ്രമിച്ചിട്ടും പറഞ്ഞു കൊടുത്തിട്ടും അവസാനം അഞ്ജലി ചേച്ചിയുടെ രൂപത്തിൽ തന്നെ വന്നു നിന്നത്. ഞാൻ രാധയെക്കുറിച്ച് തന്നെയാണല്ലോ പറഞ്ഞത്. എന്റെ മനസ്സിൽ രാധ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ഇതെങ്ങനെ അഞ്ജലിയുടെ ചിത്രമായി? നീ എന്തിനാ പ്രസാദ് ടെൻഷൻ അടിക്കുന്നത്? എല്ലാ ഭർത്താക്കന്മാരും മനസ്സിലുള്ളത് പുറത്തു പറഞ്ഞാൽ മറ്റു പല പെണ്ണുങ്ങളുടെയും ചിത്രമായിരിക്കും അവരുടെ മനസ്സിൽ. പക്ഷെ ഇതിപ്പോ നീ മറ്റാരെ കുറിച്ച് പറഞ്ഞിട്ടും അവസാനം അഞ്ജലിയിൽ എത്തിയില്ലേ കാര്യങ്ങള്? എന്താ അതിന്റെ അർത്ഥം? നീ നല്ലൊരു ഭർത്താവാണെന്നല്ലേ? 10ൽ 10 പൊരുത്തവും തികഞ്ഞ നിങ്ങളെപ്പോലുള്ള മറ്റൊരു ദമ്പതിമാരില്ലെന്നാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വേണ്ട, കുട്ടികളുടെ ജീവിതം ഭദ്രമാക്കാനുള്ള എന്റെ ആഗ്രഹത്തോടൊപ്പം നിൽക്കുന്നത് തന്നെ വലിയ ത്യാഗമാ പ്രസാദേട്ട. അതിനപ്പുറം പ്രസാദേട്ടന്റെ സ്വന്തം ഇഷ്ടങ്ങൾ തകർത്തുകൊണ്ട് പ്രസാദേട്ടന്റെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ ഞാൻ ഒരുക്കമല്ല. വലിയേച്ചി, വലിയേച്ചി എന്താ എന്നെ നോക്കാത്തത്? ഇങ്ങോട്ടൊന്ന് നോക്ക് വലിയേച്ചി. എന്തിനാ എന്നോട് ഈ പിണക്കം? എന്തെങ്കിലും ഒരു തെറ്റ് എന്റെ ഭാഗത്തുനിന്ന് വന്നാ വലിയച്ചിക്ക് വിഷമായെന്ന് തോന്നിയ കാല് പിടിച്ച് മാപ്പ് പറയാനും മനസ്സുകൊണ്ട് ഒരു കുറച്ചിലും ഇല്ലാത്തവളാ ഞാൻ. സത്യമാ ഞാൻ പറഞ്ഞത്. പെറ്റമ്മയെ കണ്ട ഓർമ്മ എനിക്കിതുവരെ ഇല്ല. സുഭദ്രേച്ചിയാ നമ്മളെ വളർത്തിയത്. അമ്മയെല്ലാം അറിഞ്ഞിട്ടും
ഒരു അമ്മയുടെ വാത്സല്യം കിട്ടാനുള്ള കൊതി കൊണ്ടാ സുഭദ്രേച്ചിയെ നമ്മള് സുഭദ്രാമയെന്ന് വിളിച്ചത്. പക്ഷെ ഇപ്പൊ നമുക്ക് ആരുമില്ല. അച്ഛന്റെ അമ്മയുടെ ഒക്കെ സ്ഥാനത്ത് എനിക്ക് ആകെയുള്ളത് എന്റെ വല്യേച്ചിയാ. ആ വല്യേച്ചി ഇങ്ങനെ മിണ്ടാതിരുന്ന എനിക്ക് സഹിക്കാൻ കഴിയില്ല. ശാസിക്കാനോ ശിക്ഷിക്കാനോ ഒക്കെയുള്ള അവകാശം തീരെഴുതി തന്നിട്ടുണ്ട് ഞാൻ. എന്നാലും എനിക്കറിയണ്ടേ എന്ത് തെറ്റാ ഞാൻ ചെയ്തതെന്ന്. പറ വല്യേച്ചി, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? പ്രസാദേട്ടൻ ഒരുപാട് ആഗ്രഹിച്ച നിന്നെ കൊണ്ടാ പടം വരപ്പിച്ചത്. എത്ര ഡീറ്റെയിൽ ആയിട്ടാ ഓരോ കാര്യങ്ങളും നിന്നോട് പറഞ്ഞു തന്നത്. കണ്ണും മൂക്കും ചെവിയും അങ്ങനെ 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 പ്രസാദേട്ടന്റെ ഹൃദയത്തില് പതിഞ്ഞു പോയ ഏതോ ഒരു പ്രിയപ്പെട്ട രൂപമായിരുന്നു അത്. അവസാനം പറഞ്ഞു തന്ന അതേ ആളെ ക്യാൻവാസിൽ കാണാമെന്ന് മോഹിച്ചു നോക്കിയപ്പോ നീ എന്തിനാ എന്റെ പടം വരച്ചു കാണിച്ച് കബളിപ്പിച്ചത്? അതാണ് എനിക്ക് മുറിവേറ്റത്. അയ്യോ, സത്യമായിട്ടും ഞാൻ ആരെയും പറ്റിച്ചതൊന്നും അല്ല വല്യേച്ചി. പ്രസാദേട്ടൻ പറഞ്ഞ ഓരോ ഡീറ്റെയിലും ചേർത്ത് വെച്ച് തന്നെയാ ഞാൻ പടം വരച്ചത്. തുടങ്ങുമ്പോ എനിക്കറിയില്ലായിരുന്നു അത് ആരുടെ പടം ആയിരിക്കുമെന്ന്. ഒടുവില് വല്യേച്ചിയുടെ രൂപം തെളിഞ്ഞു വന്നപ്പോ സത്യം പറഞ്ഞ ഞാനും അമ്പരന്ന് പോയി. ഒരുപക്ഷെ ചേച്ചിയുടെ ഡീറ്റെയിൽസ് തന്ന് പ്രസാദേട്ടൻ എന്നെ പറ്റിക്കാണെന്നാ ഞാൻ വരച്ചു കഴിഞ്ഞപ്പോ ഓർത്തത്. നീ എന്താ ആര്യെ പറയുന്നേ? വരയ്ക്കാൻ പോകുന്ന ചിത്രം നിനക്കറിയില്ലായിരുന്നുവെന്നാണോ? സത്യം, ഒരു പദപ്രശ്നം യോജിപ്പിക്കുന്നത് പോലെ ഞാൻ ചെയ്തോന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം പ്രസാദേട്ടൻ പറഞ്ഞതുപോലെ തന്നെയാ. പ്രസാദേട്ടൻ എന്റെ പടം തന്നെയാണ് വരയ്ക്കാൻ പറഞ്ഞതെങ്കിൽ അതെങ്ങനെ ശരിയാവും? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. വല്യേച്ചിക്ക് അറിയാലോ, പ്രസാദേട്ടൻ എനിക്ക് സ്വന്തം വല്യേട്ടനെ പോലെയാ. അദ്ദേഹത്തെ കളിയാക്കാനോ കബളിപ്പിക്കാനോ ഞാൻ എന്തെങ്കിലും ചെയ്യോ? ഒരിക്കലുമില്ല. ഇതിലെന്തോ കാര്യമുണ്ട്. ചിലപ്പോ കുറച്ചു കാലം കഴിയുമ്പോഴേ ആ മാജിക്കിന്റെ രഹസ്യം തെളിഞ്ഞു വരുള്ളായിരിക്കും. അതുവരെ വല്യേച്ചി എന്നെ അവിശ്വസിക്കരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതില്. സാരമില്ല, നീ പോയി കിടന്നോ. എനിക്ക് നിന്നോട് ഒരു പ്രശ്നവും ഇല്ല. താങ്ക് യു വല്യേച്ചി. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? പ്രസാദേട്ടൻ മനസ്സിലുള്ളൊരു പെണ്ണിന്റെ രൂപം വരയ്ക്കാൻ പറഞ്ഞത്. ഞാൻ വരച്ചത് ചേച്ചിയുടെ രൂപവും. ഏതൊരു ഭാര്യയ്ക്കും ഉള്ളില് സന്തോഷം തോന്നേണ്ടതല്ലേ ഇത് കാണുമ്പോ? പക്ഷേ ചേച്ചി ആ നിമിഷം മുതൽ ദാ ഇപ്പോ വരെ അതില് വിഷമിക്കുന്നേ ഉള്ളൂ. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ തമ്മില് നല്ല ഭാര്യ ഭർത്താക്കന്മാരല്ലേ അപ്പോ? അല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.